അതിനു മുമ്പ് നമുക്കൊരു രാഷ്ട്രീയ വാർത്ത അവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. ഇവിടെ ഞങ്ങൾ വേറൊരു മീറ്റിങ്ങിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം തങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു. ഇപ്പോൾ ഈ അൻവർ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ചു, തങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു. ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല, മനസ്സിലായില്ലേ? ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയിട്ട് ഇപ്പോൾ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, UDF പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. ഇപ്പോൾ അവിടെ ബൈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഇനി UDF എടുത്താൽ മതി. UDF ആണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ലീഗിൻ്റെ ഈ കാര്യത്തിലുള്ള ലീഗിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അൻവറിന് ഈ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. ലീഗ് വേണ്ട എന്തെങ്കിലും ആലോചിച്ചിരുന്നു? അത് ശരിയല്ല, ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടില്ല. ഞങ്ങളായിട്ട് യാതൊരു ഇത് നമുക്ക് സർപ്രൈസാണ്. നമ്മളായിട്ട് യാതൊരു ആലോചന ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ച് ഒരു കമൻറ്റ് ഇത് സംബന്ധിച്ച് ഒരു കമൻറ്റ് നമ്മൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല. ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത്. അല്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നത് ശരിയല്ല. നമുക്ക് സർപ്രൈസാണ്, മനസ്സിലായില്ലേ? അൻവർ ഇന്ന് എന്തോ പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്നുണ്ട് എന്ന് ഏഷ്യാനെറ്റിൽ ഏതോ ചാനൽ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇനിയുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയുള്ളൂ. ഒരു കാര്യം പറഞ്ഞത്, നിലമ്പൂരിൽ VS മത്സരിക്കട്ടെ, ഷൗക്കത്ത് വേണ്ടെന്നൊക്കെയാണ്. വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ അൻവർ പറയുന്നത് UDF തലവേദനയാവില്ലേ? അതെന്നെ പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ UDF ആണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അത് കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസ് ആണ് അത് സംബന്ധിച്ച് ആദ്യം ആലോചിക്കേണ്ടത്. അതിനുശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് UDF ആണ്. UDF കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ ആയിരിക്കും ഈ വിഷയത്തിൽ ലീഗ്. സംസാരിക്കുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണെന്നൊക്കെ വാർത്താ സമ്മേളനത്തിൽ. നിങ്ങളാരെങ്കിലും ആണ് പുകയെത്തി തന്നെ നിങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? എന്നമാതിരി നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ആര് പറഞ്ഞാലും സന്തോഷമാണ്. ഇന്ന് വന്നതിന് ശേഷം പിന്നെ വാർത്ത വന്നതിന് ശേഷം വിളിച്ചു. പ്രതിപക്ഷ നേതാവിനെയും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടിയവരൊക്കെ വിളിച്ചു. ഇനി ബാക്കിയുള്ളവരിപ്പോൾ വിളിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് നമുക്ക് UDF കൂടി ആലോചിക്കാതെ തിരിച്ചെത്താൻ സാധ്യമായ എല്ലാ വഴിയും പരീക്ഷിക്കുമെന്നാണ് അന്ന് തങ്ങൾ പറഞ്ഞത്. അതിൽ അൻവറിന്റെ സഹകരണം കൂടി ഒരു വല്ല വഴിയായിരിക്കും. അല്ല, തങ്ങൾ പറഞ്ഞിടത്ത് തന്നെയാണ് ലീഗ് നിൽക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പിന്നെ സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ്. അത് ഈ കാര്യം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ഇതിൻ്റെ ലേറ്റസ്റ്റ് വിഷയം ഇപ്പോൾ വന്നതല്ലേ. അന്ന് ഈ വിഷയം ഇല്ലല്ലോ. ഇപ്പോൾ വന്നത് UDF ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്താ അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു കൊല്ലം ഒന്ന് ജില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിച്ചു. UDF എപ്പോഴും സജ്ജാണല്ലോ. അതിപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചില്ലേ. UDF എപ്പോഴും സജ്ജാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു. ഉപതെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. UDF നല്ല വിജയമുണ്ടായി. ഇപ്പോൾ അതുകൊണ്ട് UDF സജ്ജാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുക്കും. വേണ്ടി വരും, വൈകാൻ പറ്റൂലല്ലോ. ശരി. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മാധ്യമങ്ങൾ കാണുന്നത്. എന്തായാലും UDF തീരുമാനിക്കട്ടെ അൻവറിന്റെ കാര്യത്തിലെന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വ്യക്തത വരുത്താനോ കൂടുതൽ പ്രസ്താവന നടത്താനോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ ലീഗ് നേതാക്കളോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം.